രവി കിടന്ന് കൂവണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. എടാ മടിയൻ ചങ്കു, എന്റെ തൊട്ട് പിന്നാലെ എത്തിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് നാണമില്ലല്ലടാ. ആസനത്തിൽ വെയിൽ ഉദിക്കുന്നവരെ കിടന്ന് ഉറങ്ങാറുന്നില്ലേ? എന്തിനാ ഈ എക്സസൈസ് എന്ന് പറഞ്ഞ് കെട്ടിയെടുത്തത്? എടാ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിലായുഗത്തിലെ പ്രാകൃതരായിട്ടുള്ള മനുഷ്യർ മറ്റ് ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഇത്തരം ജീവികളുടെ പുറത്ത് കയറി യാത്ര ചെയ്തിരുന്നു. ശരിയാണ്. ഈ 20-ാം നൂറ്റാണ്ടിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ! മോട്ടോർ വാഹനങ്ങൾ, എയറോപ്ലെയിൻ, റോക്കറ്റ്, എന്തിന് ഇന്ത്യ പൊക്രാനിൽ ന്യൂക്ലിയർ ബോംബ് വരെ പൊട്ടിച്ചില്ലടാ. എന്നിട്ടും ഈ കോവറുകൾ ഇതിനെ പുറത്ത് കയറി കൊച്ചു വെളുപ്പാൻ കാലത്ത് അതിനിട്ട് ഇങ്ങനെ തേരാപാര ഓടിക്കുന്നത് ഇതൊരു മാതിരി പ്രിമിറ്റീവ് ഏർപ്പാടാ. എടാ, എക്സസൈസിന് വേറെ എന്തെല്ലാം വഴികളുണ്ട്. അല്ലേലും നിനക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോടാ. രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. ഡെന്നീസ് നാക്കിന് തള്ളി പറയരുത്. മാർക്ക് ആന്റണി എന്ന് കേട്ടിട്ടുണ്ടോ നീ? ഒരൊറ്റ പ്രസംഗം കൊണ്ടാ അങ്ങനെ റോമാക്കാരെ മുഴുവൻ തിരിച്ചുവിട്ടത്. അത് മാർക്ക് ആന്റണി, ഇത് വെറും നാക്ക് ആന്റണി. എടാ, എന്റെ റാംബോ നിന്നെ പോലൊരു മടിയനായി പോവല്ലോടാ. ഒരു 2 റൗണ്ട് അതിന്റെ പുറത്ത് റൈഡ് ചെയ്തേച്ചെങ്കിൽ വാ, ഞാൻ പോവാ. ഓ, ആ കുതിര എന്ത് മഹാപാപമാണോ ചെയ്തത്! ഒരു കിൻഡൽ വെയിറ്റ് ആ പഹേന്. പോണത് കണ്ടില്ലേ? ഒരു കുതിര, അതിന്റെ പുറത്ത് വേറൊരു കുതിര. Mistakes. ഹലോ, ഒരു കൊറിയർ ഉണ്ട്. ഹലോ, ഒരു നമസ്കാരമുണ്ട്. ഒരു കൊറിയർ ഉണ്ടെന്ന്. ആ, നമസ്കാരമുണ്ടെന്ന്. ഇതല്ലേ ബദലഹേം എസ്റ്റേറ്റ്? പുറത്ത് ബോർഡ് വെച്ചിരിക്കണ്ടില്ലേ? അതെനിക്ക് മനസ്സിലായി. ഇതിനെ ബദലഹേം എസ്റ്റേറ്റ് നല്ല പേരിടുണ്ട്. വല്ല ഗാഗുൽത്താമലാന്ന് കേട്ടണം. എന്തൊരു കയറ്റോടോ! മനുഷ്യന്റെ ഊപ്പാടളി. ഒരുപാട് അളിയോ? തന്നെ ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞ? പിന്നെ ഈ കൊറിയർ അവിടെ നിന്ന് നടന്നു വരൂ. ആരേ രവിശങ്കർ? അയാൾ മോനായി. പണ്ട് മോളായിരുന്ന? എടോ, എന്റെ അച്ഛന് മോനായി, അപ്പൊ ഞാൻ മോനായി. വെരി ഗുഡ്. ഞാൻ ഈ രവിശങ്കർ ആരാന്ന് ചോദിച്ചത്. താൻ ആദ്യം ഞാൻ ആരെന്ന് മനസ്സിലാക്കി, പിന്നല്ലേ രവിശങ്കർ? അതെനിക്ക് മനസ്സിലായി. ആ ചായക്കടക്കാരൻ ചെക്കൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഒരു കരിമന്തി അവിടുത്തെ കാര്യസ്ഥനം. കരിമന്തി ആ ചായക്കടക്കാരന്റെ തന്തയാ. അപ്പൊ നിങ്ങളുടെ മോനാ ചെക്കൻ? എടോ കൊറിയേ, അയാൾ മോനായി. മാനേജർ ഓഫ് ബദലഹം എസ്റ്റേറ്റ്. എന്ത് വാഴക്കാലങ്ങളാട്ടെ, ഇതങ്ങോട്ട് ഒപ്പിട്ട് ഈ സാധനം വാങ്ങിക്കും. എന്തത്? ഇത് അങ്ങനെ നമ്മുടെ വാങ്ങിച്ചിട്ട് വെക്കാൻ പറ്റില്ല. രവിശങ്കർ, ബദലഹേം എസ്റ്റേറ്റ്, ചന്ദ്രഗിരി. ഈ അഡ്രസ് കറക്റ്റ് അല്ലേ? അഡ്രസ് കറക്റ്റ് ആണ്, പക്ഷെ ആള് കറക്റ്റ് അല്ല. ഈ രവിശങ്കർ അതിന് എനിക്ക് വല്ല ചെയ്യാൻ പറ്റുമോ? പുള്ളിക്കാരനോട് വിളി, ഞങ്ങൾ തമ്മിൽ ഡീൽ ചെയ്തോളാം. എടോ, ഈ ഫാം എന്റെ ബോസ് മിസ്റ്റർ ഡെന്നി സാറിന്റെയാ. ഈ പറഞ്ഞ രവിശങ്കറും ഡെന്നി സാറും തമ്മിൽ കേട്ടതൊക്കെയായാലും ഒരു ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് വരുന്ന പാർസൽ മുഴുവൻ 2 കൈ നീട്ടി സ്വീകരിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇതിനകത്ത് വല്ല ബോംബാണെങ്കിലോ? ബോംബാണെങ്കിൽ പൊട്ടുമറിയാലോ. നിന്റെ ചേട്ടത്തിന് എത്ര പൊട്ടിച്ചാൽ നിനക്ക് മനസ്സിലാവട്ടെ, ഞാൻ പൊട്ടിച്ചാന്ന്. ഇതെന്ത് പൂച്ചാരിനെ കരണേട്ടാ? അപ്പൊ ചത്തിട്ടില്ല. ഞാനാ വളവിലെ കട്ടറിൽ വീണപ്പോ ചത്തെന്ന് വിചാരിച്ചേ. എന്താ മോനെ, ആരാള്? സാറേ, ഇയാള് കാലത്തന്നെ വന്നെന്തോ ചോറിയാണെന്നൊക്കെ പറയുന്ന പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്താ ചുറ്റിക്കളി കേസാ? എന്താടോ? സാർ, ഐ ആം ഫ്രം ഡയാന കൊരിയേഴ്സ്. ഒരുപാട് ദൂരം യാത്രയാണ് സാർ ഞാൻ വരുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് ഏരിയയിൽ സർവീസ് ഇല്ല. ഇത് സോണൽ ഓഫീസിൽ നിന്ന് ബ്രാഞ്ച് ഓഫീസിലേക്കും അവിടെ നിന്ന് സബ് ഓഫീസിലേക്കും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ വന്ന കേസാണ് സാർ. ഈ പൂച്ചക്കുട്ടി ജീവനോട് എത്തിക്കണമെന്ന്. ബൈ ഗോഡ്സ് ഗ്രേസ് എന്നോട് എത്തിക്കണം സാർ. മൈ ഗുഡ്നസ്, ഇതാർക്കാ? മിസ്റ്റർ രവിശങ്കറിന്. മോനായി പറഞ്ഞേക്ക്, രവി സാറിന് പട്ടിയുടെ രൂപത്തിലും പൂച്ചയുടെ രൂപത്തിലും ഓരോ സാധനങ്ങൾ വരുന്നത്. ഇത് ഏറ്റെടുക്കേണ്ട അവസാനം പുലിവാലാവും. ഇതെങ്ങനെയാണ് പുലിവാലാവുന്നത്? ഇത് പൂച്ചവാലല്ലേ? ഇത് ഞാൻ പിടിച്ചോളാം. ആരടുത്ത് ചോദിച്ചിട്ടായി ഗൗൺ എടുത്തിട്ട്? ഇന്നലെ രാത്രി തണുപ്പ് സംശയം, അതുകൊണ്ട് എടുത്തിട്ടാ. നീ അയാൾക്ക് ഒരു 100. ഓക്കെ, 150. ഇല നക്കിപ്പട്ടിയുടെ കിരി നക്കല്ലേട്ടാ. ഇലയിലും എല്ലാം നക്കാണ്ടായിട്ട് വേണ്ട നിന്റെ കിരി നക്കാൻ. എവിടെ നിന്നു വന്നു നീ, എവിടേക്കു പോന്നു നീ? ഇതാണോ? എന്താ വല്ല ഫേസ് കട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ആഹാ, നിന്റെ അതേ മുഖച്ചായ. ഇതിപ്പോ എവിടെ നിന്ന് ചാടി? നിനക്കൊരു ഐഡിയ ഇല്ലേ? അയച്ചാളുടെ പ്രൊമോട്ടേഴ്സ് പെട്ടിപ്പുറത്തുണ്ടാവുമല്ലോ. ആ, പെട്ടിപ്പുറത്ത് ഒരു പട്ടി കടിച്ചെടുത്തുണ്ട് പോയി. മക്കളെ, നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ. ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കനാ. ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മതി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ വേണം, എന്നാലേ ക്ലിയർ ആയിട്ട് നിന്നെ കാണാൻ പറ്റും. നീ ടെൻഷൻ അടിക്കാടാ, ആരെങ്കിലും ഫൂളാക്കാൻ ചെയ്താവും. സാർ, ഈ മെയ് മാസത്തിൽ ഏപ്രിൽ ഫുൾ ഉണ്ടോ? ഏയ്, ഏപ്രിൽ ഫൂളിന് ജൂൺ മാസത്തിലല്ലേ ഉള്ളൂ. പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കടാ. ഈ പ്രശ്നം ഞങ്ങൾ കൈകാര്യം ചെയ്യலாம். താങ്ക്സ്. ഓ ചങ്കുവേ, സത്യം പറ, വല്ല റൊമാൻറ്റിക് ലൈനും ആണോ? വല്ല ദൂതും?
ഹംസത്തിന് പകരം പൂച്ചദൂത്. പിന്നെ ഹംസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിച്ച, ഉച്ചയ്ക്ക് തിന്നാൻ ചിക്കൻ വേണമെങ്കിൽ പോയി മേടിച്ചോണ്ട് വരണം. ഒഴിവുകാലം വരുന്നു എന്റെ സുന്ദരൻ മുറച്ചെറുക്കൻ പൂച്ചെ. നിന്നെ മറ്റു മുറക്കുറിഞ്ഞികൾ അറിയാതെ ആദ്യം ഓടിയെത്തിയ താങ്ക്സ് ടു ദ കൊറിയർ സർവീസ് ബ്രാക്കറ്റിൽ ഈ കുറിഞ്ഞെ മനസ്സിലായോ നിനക്ക്? ഉത്തരമറിയാൻ ഞാൻ വരുന്നു. യെസ് മാൻ, ഐ എം കമ്മിങ്. എടാ ചങ്കുവേ, ഇത് ലൈൻ, ഹൈ പവർ എക്സ്ട്രാ ടെൻഷൻ ലൈൻ. എന്നാലും ഏത് കുരിശാടത്? ഞാൻ വരുന്നു, ഒഴിവുകാലം. എങ്ങോട്ട് വരുന്ന കാര്യം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് എത്ര അമ്മാമാരാ? 5. അവർക്കെല്ലാവർക്കും കൂടെ എത്ര പെമ്മക്കളാ? 12. അതിലൊരു 5 എണ്ണം വലുതാ. എന്ന് വെച്ചാ കെട്ടുപ്രായം എത്തിയത്. ആ, അതിലൊരുത്തി നിന്നെ പ്രേമിക്കുന്നു. നീ അറിഞ്ഞോ അറിയാതെ? എനിക്കൊരു പുല്ലുമില്ല, എനിക്ക് ആരോടൊരു പ്രേമവും. ഇതൊക്കെ ആ പിള്ളേരുടെ വെറുതെ ഒരു വട്ട്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇതിൽ വല്ല ക്ലൂവും കാണും. പ്രേമത്തിന് പറ്റിയ ഏറ്റവും നല്ല സിമ്പലാണ് പൂച്ച. ഒരു തരം കണ്ണടച്ച് പാലുകുടിക്കലാണല്ലോ ഇതിന്റെ ആദ്യത്തെ സ്റ്റേജ്. ഓ, ചൈന ഭാഷയാ. പെണ്ണ് ചിലപ്പോ ചൈനക്കാരി ആയിരിക്കോ? ഇതല്ലടാ, കാസറ്റ് ഒരുങ്ങിയതാ. കുരുങ്ങിയ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. നമ്മുടെ ഫാമിൽ 500 ലിറ്റർ പാല് പിരിഞ്ഞു. ഞാൻ ഹാപ്പിയായി. ഇതില് കാസറ്റ് കുരുങ്ങി പൊട്ടിയിട്ടുണ്ടെങ്കിൽ പോയി ഒട്ടിച്ചോണ്ട് പോവാ. ഞാൻ പോട്ടെ. ഇതെന്തിനാ? ഈ കോപ്പ് നീയല്ലേ വാങ്ങിക്കൊണ്ടുവന്നത്? അതിനാ. അടിക്കാനുള്ള 2 സൈഡ് അടിച്ചുല്ലോ അല്ലേ? ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ. നമസ്കാരം. ഓ, നമസ്കാരം. നമസ്കാരം. മുതലാളി ഒന്ന് കാണാൻ വന്ന അവിടെ ഇല്ലേ? മുതലാളി? എന്താ കാര്യം? കാര്യം രവിശങ്കർ മുതലാളിയോട് നേരിട്ട് പറയാനുള്ളതാ. ഓ, രവിശങ്കർ മുതലാളി. പറയണം ചേട്ടാ, എന്താ പ്രശ്നം? ഇവിടത്തെ ഒരു 50 പശുക്കളെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആര് പറഞ്ഞു? രവിശങ്കർ പറഞ്ഞു? ഇല്ല, ഞാൻ ബ്രോക്കർമാർ വഴി അറിഞ്ഞതാണേ. ഇവിടെ അങ്ങനെ ഒരു പ്ലാൻ ഇല്ലല്ലോ. പശുവിനെ വിൽക്കുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടുമില്ല. നമുക്കതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാവും. രവിശങ്കർ മുതലാളിയെ വിളിക്കൂ, ഞാൻ സംസാരിക്കാം. എന്നോട് ബ്രോക്കർ കണ്ണപ്പനാണ് പറഞ്ഞത്. അയാൾ നുണ പറയില്ല. ഇപ്പൊ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേട്ടാ. ഇവിടുത്തെ ഒരൊറ്റ പശുവിനെ പോലും വിൽക്കാൻ ഉദ്ദേശമില്ല. അത്രയ്ക്കങ്ങ് തറപ്പിച്ച് പറയാൻ നമ്മളാരാ? ഞാനാ ഇതിന്റെ ഓണർ, ഡെന്നിസ്. എന്താ ഞാൻ പറഞ്ഞ പോരെ? ഓക്കെ. അപ്പൊ രവിശങ്കറോ? രവിശങ്കറിന്റെ ഫാം ആണെന്നാണല്ലോ ഞാൻ കേട്ടത്. ഇയാൾക്ക് ഇനിയും വിശ്വാസമില്ലെങ്കിൽ ഞാൻ പണിക്കാരെ വിളിക്കാം. വേണ്ട, വിശ്വാസമുണ്ട്. അവരെ വിളിക്കുന്ന ഇയാളെ വിശ്വസിപ്പിക്കാനല്ല, പുറത്തേക്കുള്ള വഴി കാട്ടി തരാനാ. ഇങ്ങോട്ട് വന്ന വഴി തന്നെയല്ലേ അറിയാം. അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അതെ, ഈ രവിശങ്കർ മുതലാളിക്ക് ഫാം ഉണ്ടോ? ഉവ്. പുറത്തെ റോഡിലോട്ട് ഇറങ്ങി കിഴക്കോട്ട് വെച്ച് പിടിക്കണം. 1/2 ഫർലോങ് ചെല്ലുമ്പോ കാണാം രവിശങ്കറിന്റെ ഫാമിന്റെ ബോർഡ്. അല്ല, അവിടെ കന്നുകാലികളാ? അല്ലല്ലോ, ആനയെ വളർത്തുന്ന സ്ഥലം. ഒന്ന് പോടോ. കുറ്റിയും പിടുന്നുണ്ട്, പോന്നോളൂ ഓരോന്ന്. അല്ല, സാറ് കിഴക്കോട്ടാണോ? അല്ലല്ലോ. രവിശങ്കർ ഫാം കൊള്ളാം. ലോക്ക്ഡ് ആണല്ലോ. എന്ന് ലോക്ക്ഡ് ആയതാണാവോ? അപ്പുണ്ണിയാരേ, കുട്ടാ. അമ്പട കള്ള, ആ ഡെന്നീസിന്റെ ഫാമിലി കയറി ചെന്നില്ലേ? ആ കുട്ടാ, അതുകൊണ്ടല്ലേ ഇതിന്റെയൊക്കെ ശരിക്കുള്ള ഓണേഴ്സ് ആരാന്ന് മനസ്സിലായത്. ആ കണ്ടത് ഡെന്നീസിന്റേത്, ഇത് കുട്ടന്റേത്. ഡെന്നീസിന്റെ കണ്ടു, ഉഗ്രൻ. ഇനി കുട്ടന്റെ കാണണം. കുട്ടന്റേതും കൂടി കണ്ടിട്ടേ നിങ്ങൾ പോകുള്ളൂ. അതൊക്കെ പോട്ടെ, വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല? പരമസുഖം. മോന്റെ ഫാമിന്റെ ഫോട്ടോ കണ്ടത് മുതൽ അമ്മ ഭയങ്കര ഹാപ്പിയാ. താക്കോലെടുക്കൂ കുട്ടാ, തുറക്കട്ടെ. അല്ല, ഞാൻ പറയട്ടെ, ആ ഫോട്ടോസ് എന്റെ ഫാമിന്റേതല്ല, അത് ഡെന്നീസിന്റെ അല്ലേ, മാറിപ്പോയതല്ലേ. ഇതാണ് രവിശങ്കേഴ്സ് ഫാം. ആഗ്രോ ഫാം, ഗോഡ് ഫാം, ഓർക്കിഡ് ഗാർഡൻ, ഫ്രൂട്ട് ഗാർഡൻ, മിൽക്ക് പ്രോഡക്ട്സ്, കാറ്റിൽ ഫാം. അവർ നെക്സ്റ്റ് പ്രോജക്ട് ഷാങ്ക് ബറീസ് ചോക്ലേറ്റ്. മിക്കവാറും ഇത് വരുന്നതോട് ബാക്കി ചോക്ലേറ്റ് കമ്പനിയുടെ ഒക്കെ പോട്ട്. സംസാരിച്ചെന്ന് സമയം പോയതറിഞ്ഞില്ല. തൊട്ടടുത്ത് നല്ല ബിരിയാണി കിട്ടും. അപ്പോൾ ബിരിയാണി കഴിക്കുന്നതിന് മുമ്പ് എനിക്കൊരു 4 എണ്ണം വീശണം. എല്ലാത്തിനും മുമ്പ് എനിക്ക് ഇത് തുറന്ന് കാണണം. ഞാൻ വൈലുണ്ടാവും. ആഹാ, ബ്യൂട്ടിഫുൾ. വെറും 3 വർഷം കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്ത് എന്റെ കൂട്ടാ. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ.
നാട്ടിൽ എനിക്കൊരു പേരുണ്ട്, CID അപ്പുണ്ണീന്ന്. വെറുതെ കിട്ടിയതല്ല, അത്യാവശ്യം CID പണികളൊക്കെ എനിക്ക് അറിയാം. തന്നെ ആരാടോ ഉപ്പുമുട്ട് കെട്ടിയെടുത്തത്? ആ ഫാമിന്റെ ഫോട്ടോസ് അവിടെ എത്തിയപ്പോ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു, നമ്മുടെ കുട്ടൻ ഇത്രയ്ക്കങ്ങോട്ട് പുരോഗമിച്ചോന്ന്. എടോ നായരെ, എന്റെ ഇവിടത്തെ ഈ സ്ഥിതി താൻ അമ്മയെ അറിയിക്കാനുള്ള പരിപാടിയാണെങ്കിൽ തന്നെ ഒന്ന് കുഴിച്ചു മൂടും ഞാൻ. 14 അല്ല, എക്സ്ട്രാ ഒരു 10 പേര്. എന്താടോ താനി എണ്ണുന്നത്? അല്ല 14 അല്ല, 24 അല്ല, 74 ആയാലും അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ. അങ്ങനെ പരന്ന് കിടക്കല്ലേ, വെക്കാനും വിളമ്പാനും വെളിക്കിറങ്ങാനും. ആഹാ, മുത്തശ്ശൻ കേണലായിരുന്നു കൊണ്ടേ ഇവിടെ ഒരു ടെന്റ് അടിക്കാനും കുഴിക്കക്കൂസ് കുത്താനും ഒക്കെ നല്ല പരിചയം കാണും. താൻ എന്ത് തേങ്ങാ കൊലയാടോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? വരുന്നു. ആര്? ചെറുമകന്റെ കൂടെ ഒഴിവുകാലം ചെലവഴിക്കാൻ മുത്തശ്ശനും മുത്തശ്ശിയും പേരക്കുട്ടികളും, ചിലപ്പം അവരുടെ തന്തമാരും തള്ളമാരും എല്ലാവരും വരുന്നു. കുട്ടാ കുട്ടാ